നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ കോപ്പ അമേരിക്കയ്ക്ക് ബ്രസീൽ ടീം എത്തുമ്പോൾ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. പ്രതീക്ഷയില്ല എന്നൊക്കെ പലരും പുറത്തേക്ക് പറയുമെങ്കിലും വിനിയുടെ ഫോം കണ്ട് പ്രതീക്ഷ വെച്ചവരുണ്ട്. റോഡ്രിഗോ, വിനി, അതുപോലെ സാവിഞ്ഞോ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ലാലിഗയിലും മറ്റുമൊക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള പ്രകടനം വലിയ പ്രതീക്ഷകൾ പലർക്കും സമ്മാനിച്ചിരുന്നു. പിന്നെ എൻട്രിക്കിൻ്റെ വിസ്മയ പ്രകടനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാജിക്ക് കുറഞ്ഞ സമയത്ത് ഇറങ്ങിയെങ്കിലും അദ്ദേഹം കാണിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ കോച്ച് നിലവിൽ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ക്ലബിന് വേണ്ടി നല്ല രൂപത്തിൽ കൊണ്ടിരിക്കുന്ന താരങ്ങളെ തന്നെ എടുത്തു. സീനിയർ താരങ്ങളുടെയും അതുപോലെ യുവതാരങ്ങളുടെയും ഒരു മിക്സ്, അങ്ങനെയുള്ള ടീമും കൊണ്ട് ചെല്ലുന്നു. അപ്പോൾ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വെറുതെ അതില്ല എന്നൊക്കെ പുറമോടിയിൽ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ കോച്ചിന് കീഴിൽ ബ്രസീൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്നവരുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞു പോയി, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ പറയാനൊന്നും സമയമായിട്ടില്ല, ആദ്യ കളിയേ കഴിഞ്ഞുള്ളൂ. പക്ഷേ നിരാശ നൽകുന്ന ഒരാളുണ്ട്, അത് മറ്റാരുമല്ല, വിനിയാണ്. വിനി എന്തൊരു പ്രകടനമാണ് ഈ പോയ സീസണിൽ റയൽ മാഡ്രിഡിനായിട്ട് കാഴ്ചവെച്ചത്. എന്നിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ എന്താണ് ഇങ്ങനെ? മുമ്പും ഇതേ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നതാണല്ലോ. റയലിലെ വിനിയല്ല ബ്രസീലിലെ വിനി, റയലിലെ പുലി, ബ്രസീലിലെ എലി എന്നൊക്കെ ചില വിമർശകർ എടുത്തു പറയാറുണ്ട്. ഇന്നിപ്പോൾ കണ്ടതും അത് തന്നെയല്ലേ. ഇന്നത്തെ കളിയിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ഒരാൾ അദ്ദേഹമാണ്. വിനിയുടെ ഒരു പ്രകടനം നോക്കുമ്പോൾ 23 പാസുകൾ കൊടുത്ത് അദ്ദേഹം 19 സക്സസ്ഫുൾ ആക്കി. ശരിയാണ്, 83%. പക്ഷേ ഷോട്ടുകൾ 0 ഷോട്ടാണ്. 6 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, വിജയിച്ചതോ ഒന്നും വിജയിച്ചില്ല. ഒറ്റ ഡ്രിബിളിങ്ങും സക്സസ്ഫുൾ ആയില്ല. 9 ഡ്യുവൽസിൽ 3 മാത്രമേ സക്സസ്ഫുൾ ആയുള്ളൂ. 18 തവണ അദ്ദേഹത്തിൽ നിന്ന് പന്ത് നഷ്ടമായി, പൊസഷൻ ലോസ്റ്റായി. കളിയിൽ ഏറ്റവും അധികം പൊസഷൻ ലോസ്റ്റായ താരങ്ങളിൽ 2ാമതാണ് വിനി. സോ ഡിസപ്പോയിൻറ്റിങ്. വിനിയുടെ ഈ പെർഫോമൻസ് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഇത്തവണ ബാലൻ ഡിയോറിന് പോലും പലരും വലിയ സാധ്യത കണക്കാക്കപ്പെടുന്ന വിനിക്ക് എന്തുകൊണ്ടാണ് കോസ്റ്റാറിക്കയെ പോലുള്ളൊരു ടീമിനെതിരെ ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് മികച്ചൊരു പ്രകടനം നടത്താൻ പറ്റാത്തത് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. നെയ്മർ ജൂനിയർ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ വിനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വിനിയെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈവൻ നെയ്മർ ജൂനിയർ പോലും വിനിയെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇന്നത് കണ്ടില്ലേ? നെയ്മർ വിനിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ഒരു ജസ്റ്റർ, നെയ്മർ പോലും കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷെ വിനിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷനെ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. സോ നെയ്മർ ഇല്ലാത്ത സാഹചര്യമാണിത്. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം നെയ്മർ ഉണ്ടാവുമ്പോൾ ആ ടീം ആവറേജിന് മുകളിലേക്ക് പോവുകയും നെയ്മർ ഇല്ലാത്തപ്പോൾ ആവറേജിന് താഴേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നെയ്മർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാജിക്കിലൂടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊരു പ്രതീക്ഷ ആരാധകർക്ക് എപ്പോഴും ഉണ്ടാകും. ഇന്നിപ്പോൾ ബ്രസീൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രസീലിയൻ ആരാധകരുടെ ഹൃദയത്തിൽ അത് ഗോൾ വലയത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിലൊക്കെ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യവും പറയാമല്ലോ. നിരന്തരം ആക്രമണങ്ങളുമായിട്ട് കയറുമ്പോഴും വലയിലേക്ക് എത്തില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് തന്നെ സംഭവിക്കുന്നു. ആ മാജിക്കൽ മൊമെന്റ് കാണിക്കാൻ അവിടെ ആളില്ല. അപ്പോൾ വിനിക്ക് തൻ്റെ മികവ് ബ്രസീൽ ടീമിന് വേണ്ടി കൂടി പുറത്തെടുക്കേണ്ട സമയമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി ഒളിക്കാൻ ഇടമില്ല. മറ്റത് നെയ്മറുടെ മികവിന് കീഴിൽ അങ്ങ് ഒളിച്ചിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് ഇനി ഒളിക്കാൻ ഇടമില്ല. ദേശീയ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നെഞ്ചും വിരിച്ച് വിനി ജൂനിയർ എന്ന പ്രതിഭാതനായിട്ടുള്ള താരം റയലിന് വേണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നുവോ അതേ അളവിൽ കാനറികൾക്ക് വേണ്ടി പെർഫോം ചെയ്തേ പറ്റൂ. അല്ല എങ്കിൽ വല്ലാത്തൊരു ദുരന്തമായിരിക്കും ഫലം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.